ഹായ് ഫ്രണ്ട്സ്, എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാംസ് എല്ലാം അടുത്തായും എല്ലാം റിവിഷൻ ചെയ്യുന്ന തിരക്കിലായിരിക്കും. സോ കുറച്ച് MCQ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ദി പ്രിൻസിപ്പൾ ഓഫ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹോൾ പേഴ്സൺ ടു ഫുൾഫിൽ ഹിസ് ഓർ ഹെർ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ആൻഡ് ബി ഏബിൾ ടു തിങ്ക്, decide and act independently, the source of creativity, innovation and entrepreneurship? Option A, learning to be. Option B, learning to do. Option C, learning to know. And option D, learning to live together. ഇതിൽ ഏത് പ്രിൻസിപ്പലായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ലേണിംഗ് ടു ബി ആണോ, ടു ഡു ആണോ, ടു നോ ആണോ, ടു ലിവ് ടുഗദർ ആണോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈസ് റിലേറ്റഡ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ്, ഇത് തന്നതിൽ ഏതാണ്? ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹോൾ പേഴ്സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു ഫുൾഫിൽ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫുൾഫിൽ ഹിസ് ഓർ ഹെർ ഹയസ്റ്റ് പൊട്ടൻഷ്യലാണ്. ആൻഡ് ബി ഏബിൾ ടു തിങ്ക് ചെയ്യാൻ, ഒരു ഡിസൈഡ് ചെയ്യാൻ, ആൻഡ് ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി, ദി സോഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രീനർഷിപ്പ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഏരിയയിലാണ് പറഞ്ഞിരിക്കുന്നത്, മൊത്തത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരിക? ലേണിംഗ് ടു ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ലേണിംഗ് ടു ബി is related to the principle of all-round development of the whole person. Okay, next one, learning by doing is implied in which of the following method? ഇതിൽ ഏതിലാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ബയോഗ്രഫിക്കൽ മെത്തേഡ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, സൂപ്പർവൈസ്ഡ് മെത്തേഡ്. ഇതിൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് ഹ്യൂറിസ്റ്റിക് മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ഹ്യൂറിസ്റ്റിക് മെത്തേഡിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. അപ്പോൾ എന്താണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്, ദ വേർഡ് ഹ്യൂറിസ്റ്റിക് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രോം ഒരു ഗ്രീക്ക് വേർഡ് ഹ്യൂറിസ്കോ. അത് ഹ്യൂറിസ്കോ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന വേർഡ് വന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹ്യൂറിസ്കോൻ്റെ അർത്ഥം ഐ ഫൈൻഡ്, ഞാൻ കണ്ടെത്തുന്നു, ഓർ ഐ ഡിസ്കവർ, അല്ല, ഇതാണ് ഇതിൻ്റെ ഹ്യൂറിസ്കോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ദിസ് മെത്തേഡ് ഇംപ്ലൈസ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് സ്റ്റുഡൻറ്റ് ഷാൾ ബി ദാറ്റ് ഓഫ് ദ ഡിസ്കവറേഴ്സ്. ഇവിടെ എന്താണ്? കുട്ടികളെ ഒരു ഡിസ്കവറർ ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരികയാണ്. നോട്ട് ബി എ പാസീവ് റിസീപ്പിയൻറ്റ് ഓഫ് നോളജ്. ജസ്റ്റ് നമ്മൾ നോളജ് റിസീവ് ചെയ്യുക മാത്രമല്ല, ഒരു പാസീവായിട്ടുള്ളൊരു റിസീപ്പിയൻറ്റ് ഓഫ് നോളജ് മാത്രമല്ല അവിടെ വരുന്നത്. അവിടെ എന്തായിരിക്കണം? ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ആ ഒരു ഇതാണ് ഈ ഒരു മെത്തേഡിലൂടെ പറയുന്നത്. ആൻഡ് നോട്ട് ബി എ, കണ്ടോ, നോട്ട് ബി എ പാസീവ് റിസീപ്പിയൻറ്റ്. അപ്പോൾ എന്തായിരിക്കണം? ആക്റ്റീവ് റിസീപ്പിയൻറ്റ് ഓഫ് നോളജ് ആയിരിക്കണം. എവിടെ? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ. ദെൻ ദ സ്റ്റുഡൻസ് ആർ പുട്ട് ഇൻ ദി പ്ലേസ് ഓഫ് എ ഇൻഡിപെൻഡൻറ്റ് ഡിസ്കവറർ. അപ്പോൾ സ്റ്റുഡൻസ് എന്തായിരിക്കണം? അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്കവറുടെ സ്ഥാനത്താണ് അവിടെ സ്റ്റുഡൻസ് ഉള്ളത്. ഓക്കെ, അതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. ഇവിടെ നോക്കൂ, മെറിറ്റിൽ പറയുന്ന കാര്യമാണ് ലേണിംഗ് ബൈ ഡൂയിങ്, അല്ലേ? ലേണിംഗ് ബൈ ഡൂയിങ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേർഡ്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചതും ഇതായിരുന്നു. ലേണിംഗ് ബൈ ഡൂയിങ് ഏത് മെത്തേഡാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താ ലേണിംഗ് ബൈ ഡൂയിങ്? സോൾവ് പ്രോബ്ലംസ് ദംസെൽസ്, നമ്മൾ തന്നെ സ്വയം ചെയ്യുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ്, സോൾവ് പ്രോബ്ലം ദംസെൽസ്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സായിട്ട് വരുന്നതും എന്ത് തന്നെയാണ്? ഈ ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെങ്കിൽ സോൾവ് പ്രോബ്ലം ദംസെൽസ്. അതുപോലെ തന്നെ ഡെവലപ്പ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്, സ്വന്തം ഡിസ്കവർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുകയല്ലേ. സോ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഡെവലപ്സ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഡെവലപ്സ് സ്റ്റുഡൻസ് ബിക്കം സെൽഫ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്. കുട്ടികൾ എന്താവും? സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവും ആൻഡ് സെൽഫ് റിലയൻ്റ് ആയിരിക്കും. എവിടെ? ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡിന് ഒരു മെറിറ്റായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ദെൻ ഈച്ച് പീപ്പിൾ ഗെറ്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഫ്രം ടീച്ചേഴ്സ്. ഇവിടെ എന്താണ്? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആകുമ്പോൾ ഡിസ്കവറി മെത്തേഡാണ്. സോ അവർക്ക് എന്ത് വേണം? ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണം. ഈച്ച് പീപ്പിൾ ഗെറ്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഫ്രം ടീച്ചറിൽ നിന്ന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നു. കാരണം എന്തെങ്കിലും ഡൗട്ട്സ് ചെയ്യുമ്പോൾ ടീച്ചറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നു. സോ ടീച്ചേഴ്സിൽ നിന്നും എന്താണ്? ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നു. ഈച്ച് പീപ്പിൾ ഗെറ്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഫ്രം ടീച്ചർ. പിന്നെ റിട്ടൈൻസ് നോളജ് ഫോർ ലോങ്ങർ ടൈം. നമ്മൾ ഒരു കുട്ടി സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുമ്പോൾ അവിടെ എന്താ? നോളജ് കുറേ കാലം അങ്ങനെ തന്നെ നിൽക്കും. ഒത്തിരി ലോങ്ങർ ടൈം ആയിരിക്കും അവിടെ എന്താ? നോളജിൻ്റെ ഒരു എന്താണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റിട്ടൈൻസ് നോളജ് ഫോർ ലോങ്ങർ ടൈം. ദെൻ ട്രെയിനിങ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ ഇവിടെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് അവിടെ വരുന്നത്.
അതേപോലെ ഓൾറെഡി എന്താണ് ഇറ്റ് ഡെവലപ്പ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡാണ്. അതേപോലെ തന്നെ ട്രെയിനിങ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ്. ഇതൊക്കെയാണ് ഇതിന് മെറിറ്റ്സ് ആയിട്ട് വരുന്നത്. ചിലപ്പോൾ ഇതിലേതെങ്കിലും കുറച്ച് മെറിറ്റ്സ് തന്നിട്ട് ഇതിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ അല്ലാത്തത് ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഏതാണ് ഇതിലൊരു മെറിറ്റായി വരുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഇതിൻ്റെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഡീമെറിറ്റ്സ് ആയിട്ട് ഏതാണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡീമെറിറ്റ്സ് അത്ര ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ കൂടുതൽ മെറിറ്റ്സിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ ഡീമെറിറ്റ്സ് ആയിട്ട് എന്ത് വരിക, അത് ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, ദെൻ ഇംപ്രാക്ടിക്കൽ ഫോർ ഓൾ സ്റ്റുഡൻസ് ആൻഡ് ആവറേജ് സ്റ്റുഡൻസ്. ഇത് എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് പോസിബിൾ അല്ല. അതുപോലെ ഒരു ആവറേജ് ടീച്ചേഴ്സിനും പറ്റത്തില്ല. കാരണം നല്ല ടീച്ചേഴ്സും നല്ല ക്വാളിഫൈഡ് മാത്രമല്ല, നല്ല എന്താ പറയുക ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റണം. സോ അവിടെ ടീച്ചേഴ്സിന് റിസ്ക്കും കൂടുതലാണ്. എക്സ്ട്രാ വർക്ക് നീഡഡ് ഫ്രം ടീച്ചേഴ്സിൽ നിന്ന് എന്ത് വേണം, ഒരു എക്സ്ട്രാ വർക്ക് അവിടെ ആവശ്യം വരുന്നുണ്ട്. ദെൻ കോസ്റ്റ്ലി മെത്തേഡും കൂടിയാണ് ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഡീമെറിറ്റ്സ് ഡയറക്റ്റായി ചോദിക്കത്തില്ല. ചിലപ്പോൾ ഈ മെറിറ്റിൽ ഇതുപോലെ ലേണിംഗ് ബൈ ഡൂയിങ് ആ ഒരു വേർഡാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ സോ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് ഹ്യൂറിസ്റ്റിക് മെത്തേഡുമായി റിലേറ്റ് ചെയ്തതാണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വയ്ക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡീമെറിറ്റ് ഓഫ് ഈസി ടൈപ്പ് ടെസ്റ്റ് ഐറ്റം? ഈസി ടൈപ്പ് ടെസ്റ്റ് ഐറ്റത്തിൻ്റെ ഡീമെറിറ്റ് ഏതാണ്? ഈസി ടു പ്രിപ്പയർ, ഇറ്റ് ഡെവലപ്സ് എ സ്പിരിറ്റ് ഓഫ് അൺഹെൽത്തി കോമ്പറ്റീഷൻ എമംഗ് ദ സ്റ്റുഡൻസ്, ദ പോസിബിലിറ്റി ഓഫ് ഗെസ് വർക്ക് ക്യാൻ ബി എലിമിനേറ്റഡ്, വെരി യൂസ്ഫുൾ ഇൻ മെഷറിംഗ് certain വെരി ഇമ്പോർട്ടൻറ്റ് എബിലിറ്റീസ്. ഇതിൽ ഡീമെറിറ്റ് ആയിട്ട് വരുന്നത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് ഈസി ടൈപ്പ് ടെസ്റ്റ് ഐറ്റം ആണെങ്കിൽ എന്താണ് അവിടെ ഈസിയാണ്. സോ അവിടെ എന്ത് നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവുന്നില്ല. സോ ഇറ്റ് ഡെവലപ്സ് എ സ്പിരിറ്റ് ഓഫ് അൺഹെൽത്തി കോമ്പറ്റീഷൻ എമംഗ് ദ സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻസിന് ഒരു അൺഹെൽത്തി കോമ്പറ്റീഷനാണ് ഇത് ഡെവലപ്പ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഈസി ടൈപ്പ് ടെസ്റ്റ് ഐറ്റത്തിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ ആൻസർ ബി ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇറ്റ് ഡെവലപ്സ് എ സ്പിരിറ്റ് ഓഫ് അൺഹെൽത്തി കോമ്പറ്റീഷൻ എമംഗ് ദ സ്റ്റുഡൻസ്. നെക്സ്റ്റ് വൺ. എ ഗുഡ് ടീച്ചർ മസ്റ്റ് ബി. ഒരു ഗുഡ് ടീച്ചർ എങ്ങനെയായിരിക്കണം? റിസോഴ്സ്ഫുൾ ആൻഡ് ഒതോറിറ്റേറ്റീവ്, റിസോഴ്സ്ഫുൾ ആൻഡ് ഓട്ടോക്രാറ്റിക്, റിസോഴ്സ്ഫുൾ ആൻഡ് ഡോമിനൻറ്റ്, റിസോഴ്സ്ഫുൾ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ്. എന്തെല്ലാം റിസോഴ്സ്ഫുൾ ആയിരിക്കണം? ആൻഡ് എന്തായിരിക്കണം? പാർട്ടിസിപ്പേറ്റീവ് ആയിരിക്കണം. റിസോഴ്സ്ഫുൾ, ഒരു ഗുഡ് ടീച്ചർ എന്ന് പറയുന്നത് റിസോഴ്സ്ഫുൾ ആയിരിക്കണം, എന്തുമായിരിക്കണം? പാർട്ടിസിപ്പേറ്റീവും കൂടി ആയിരിക്കണം. ഓക്കെ, ഗുഡ് ടീച്ചർ മസ്റ്റ് ബി റിസോഴ്സ്ഫുൾ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ്. ഡോമിനൻ്റ് ആയിക്കഴിഞ്ഞാലും പറ്റത്തില്ല, ഓട്ടോക്രാറ്റിക് ആയാലും പറ്റത്തില്ല, അതോറിറ്റേറ്റീവ് ആയിട്ടും കാര്യമില്ല. അപ്പോൾ ഗുഡ് ടീച്ചർ എന്ന് പറയുമ്പോൾ റിസോഴ്സ്ഫുൾ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ. ഒബ്സർവിങ് ദ ബിഹേവിയേഴ്സ്, customs and way of living of the group by way of becoming a regular member of the group is known as direct observation, participant observation, non-participant observation, natural observation. ഇവിടെ നോക്കിയോ, ഒബ്സർവിങ് ദ ബിഹേവിയർ. അപ്പോൾ ഒബ്സർവേഷൻ ആണ്. കസ്റ്റംസ് ആൻഡ് വേസ് ഓഫ് ലിവിങ് ഓഫ് ദ ഗ്രൂപ്പ് ബൈ ദ വേ ഓഫ് ബിക്കമിങ് എ റെഗുലർ മെമ്പർ ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഒബ്സർവ് ആ ഒരു ബിഹേവിയേഴ്സ് എല്ലാം ഒബ്സർവ് ചെയ്യുന്നത്. സോ ഇവിടെ ഏതായിരിക്കും വരിക? പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചാൽ തന്നെ കിട്ടും അല്ലേ? ഇവിടെ ഓപ്ഷൻ ബി ആണ് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. നെക്സ്റ്റ് വൺ. ഡ്യൂറിങ് എ ട്രെയിൻ ജേർണി യു ഫൗണ്ട് സം സ്റ്റുഡൻസ് പുള്ളിങ് ദ അലാം ചെയിൻ സിംപ്ലി ടു ഗെറ്റ് ഡൗൺ അറ്റ് ദെയർ ഡിസൈഡ് പോയിന്റ്. വാട്ട് വുഡ് യു ഡു? A. Keep quiet and do nothing. Let them pull chain but prevent them from getting down. With the help of other passengers, stop them doing so. Inform the god of the train as soon as the train stops. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? നമ്മൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഒരു ട്രെയിൻ ജേർണിയുടെ സമയത്ത് കുറച്ച് കുട്ടികൾ അത് അലാം പിടിച്ച് പുള്ള് ചെയ്യുകയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ പാസഞ്ചേഴ്സ് സ്റ്റോപ്പ് ദം ഡൂയിങ് സോ. അതാണ് ആദ്യം ചെയ്യുന്നത്. ചെയ്യുന്നത് ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. സോ ഇവിടെ ഏതാണ് അപ്രോപ്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ പാസഞ്ചേഴ്സ് സ്റ്റോപ്പ് ദം ഡൂയിങ് സോ. ദെൻ ലേണിംഗ് ടു ലേൺ ഈസ് എ ഫ്രേസ് അസോസിയേറ്റഡ് വിത്ത് ദി ലേണിംഗ് ഓഫ് പിയാഷെ, ബ്രൂണർ, ഗാഗ്ഡി, സ്കിന്നർ. ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്നത് ആരാ പറഞ്ഞു? ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നാൽ നമ്മൾ അന്നൊരു കൺഫ്യൂസിങ് ഫാക്റ്റിൽ പറഞ്ഞ കാര്യമായിരുന്നു. ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്നത് ബ്രൂണറാണ്. ഇസ് ദ ഫ്രേസ് അസോസിയേറ്റഡ് വിത്ത് ദ ലേണിംഗ് തിയറി ഓഫ് ബ്രൂണർ. നെക്സ്റ്റ് വൺ. ദ കൺസെപ്റ്റ് ഓഫ് ലേണിംഗ്
which is having some affinity with the discovery learning of Bruner, is Piaget physical learning, Gagné hierarchy of learning, Piaget logico-mathematical learning, Bloom's mastery of learning. ഇതിൽ the concept of learning which is having some affinity with the discovery learning of Bruner. Bruner discovery learning സം affinity ഉള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് Piaget logico-mathematical learning ആണ്, is having some affinity with the discovery learning of Bruner. Okay, the option C ആണ്. Okay, Piaget logico-mathematical learning ആണ് ഏതുമായിട്ട് സം affinity ഉള്ളത് with the discovery learning of Bruner ആയിട്ട്. Okay, the next one, the animal involved in Skinner's experiment with regard to his learning theory. A dog, a cat, a rat, chimpanzee. ഇതിൽ ഏതാണ് സ്കിന്നർ എക്സ്പെരിമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത അനിമൽ ഏതാ? ഓപ്ഷൻ സി റാറ്റ് ആണ് അല്ലേ. സ്കിന്നർ റാറ്റിനെ വെച്ചുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അപ്പോൾ ഡോഗ് ആരെയായിരുന്നു? ഡോഗിനെ വെച്ചിട്ട് ചെയ്തത് പാവ്ലോയുടെ ആയിരുന്നു. കാറ്റോ തൊണ്ടേക്കിൻ്റെ ആയിരുന്നു. ദെൻ ചിമ്പാൻസി ആണെങ്കിലോ കൗലറി ആയിരുന്നു ചിമ്പാൻസി. ഓർക്കുന്നുണ്ട്? അപ്പോൾ ഇതുപോലെ ആനിമൽസിൻ്റെ പേര് കറക്റ്റായി പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ പെയറായിട്ട് തരും. ഇപ്പോൾ ഡോഗ് തന്നിട്ട് പാവ്ലോ, അതുപോലെ കാറ്റ് സ്കിന്നറിന് പകരം വേറെ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ പേര് തരും. അങ്ങനെ തന്നിട്ട് ഇത് ഏതാണ് നോട്ട് ദ കറക്റ്റ് പെയർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ഈ അനിമൽസും ആ ഒരു എക്സ്പെരിമെൻറ്റ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഏത് എക്സ്പെരിമെൻറ്റാണ് ആരെയാണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. സോ ഇവിടെ സ്കിന്നർ എക്സ്പെരിമെൻറ്റ് ചെയ്തത് സ്കിന്നർ റാറ്റ് വെച്ചിട്ടാണ്. Okay, the next one, a boy continuously create disturbance in the class, inspire of advice, which one of the 4 actions given below will you adopt? ഇവിടെ ഒരു ബോയ് എന്ത് ചെയ്യാൻ കണ്ടിന്യൂസ്ലി ക്രിയേറ്റ് ഡിസ്റ്റർബൻസ് ഇൻ ദ ക്ലാസ്. അത് ക്ലാസ്സിൽ എന്നും ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും, കണ്ടിന്യൂസ്ലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്പയർ ഓഫ് അഡ്വൈസ് വിച്ച് വൺ ഓഫ് ദ ഫോളോ, ഈ തന്ന 4 ആക്ഷൻസിൽ ഏത് ആക്ഷൻ ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുക? സെൻഡ് ഹിം ഔട്ട് ഓഫ് ദ ക്ലാസ് ടിൽ ഹി അപ്പോളജൈസ്. B. Inform the parents and ask them to control him. C. Make a study of his social and familial conditions and diagnose the case. And option D. Provide interesting learning experiences while teaching. ഇവിടെ എന്താണ് ഒരു ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എന്തുകൊണ്ടാണ് ഈ കൊച്ചിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത് കാര്യം നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ മേക്ക് എ സ്റ്റഡി ഓഫ് ഹിസ് സോഷ്യൽ ആൻഡ് ഫെമിലിയർ കണ്ടീഷൻസ്. അതിനുശേഷം എന്ത് ചെയ്യുക? ആൻഡ് ഡയഗ്നോസ് ദ കേസ്. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് നല്ലോണം വായിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ആൻസർ കറക്റ്റായിട്ട് ഏറ്റവും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ആൻസർ ആയിരിക്കണം നിങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഇൻ ദ ലേണിംഗ് പ്രോസസ് അക്കോർഡിംഗ് ടു ഗാഗ്നേസ് ഹയറാർക്കി ഓഫ് ലേണിംഗ്? കൺസെപ്റ്റ് ലേണിംഗ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, പ്രിൻസിപ്പൽ ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ്. ഒത്തിരി പ്രാവശ്യം പറഞ്ഞാണ്, സോ അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഗാഗ്നെ ഹയറാർക്കി ഓഫ് ലേണിംഗിൽ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി പ്രോബ്ലം സോൾവിംഗ് ആണ്. നെക്സ്റ്റ് വൺ, വൺ വിൽ ഹാവ് മോർ ചാൻസസ് ഓഫ് ബീയിങ് സക്സസ്ഫുൾ ആസ് എ ടീച്ചർ if option A, she is trained in teaching, option B, she is competent enough in her subject, she belongs to the family of teachers, option D, she can organize her teaching learning activities systematically and conveys the same effectively. അപ്പോൾ ആർക്കാണ് വൺ വിൽ ഹാവ് മോർ ചാൻസസ് ഓഫ് ബീയിങ് സക്സസ്ഫുൾ ആസ് എ ടീച്ചർ? ഒരു ടീച്ചർ എന്ന നിലയിൽ സക്സസ്ഫുൾ ആവുന്ന ചാൻസ് ഈ പറഞ്ഞ ഈ നാല് തന്ന ഓപ്ഷൻ ഏറ്റവും കൂടുതൽ ആർക്കാണ് ഉണ്ടാവുക? നല്ലോണം ട്രെയിൻഡ് ആവണോ? ഷീ ഈസ് ട്രെയിൻഡ് ഇൻ ടീച്ചിങ് മാത്രം മതിയോ? ഷീ ഈസ് കോമ്പിറ്റൻറ്റ് ഇനഫ് ഇൻ ഹെർ സബ്ജക്റ്റ് ആണോ? അല്ല ഷീ ബിലോങ്സ് ടു ദ ഫാമിലി ഓഫ് ടീച്ചർ ആണോ? ഓർ ഷീ ക്യാൻ ഓർഗനൈസ് ഹർ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് സിസ്റ്റമാറ്റിക്കലി ആൻഡ് കൺവേസ് ദ സെയിം ഇഫക്റ്റീവ്ലി. ഇതിലേക്ക് റൈറ്റ് ആൻസർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കാരണം ഷീ ക്യാൻ ഓർഗനൈസ് ഹർ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് സിസ്റ്റം. ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റണം? ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റണം. ഓർഗനൈസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, ആൻഡ് കൺവേസ് ദ സെയിം ഇഫക്റ്റീവ്ലി. ആ ഓർഗനൈസ് ചെയ്ത കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ് ചെയ്ത കാര്യം നല്ല രീതിയിൽ കുട്ടികളെ കൺവേയും ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആസ് എ ടീച്ചർ എന്ന നിലയ്ക്ക് സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് കൂടുതലുള്ളത്. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് ഇതുപോലെ പല ടൈപ്പിലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. Next one, the primary responsibility of a teacher's adjustment lies with
ദി ടീച്ചർ, ദി ഹെഡ് മിസ്ട്രസ്, ദി ടീച്ചർ ഹിംസെൽഫ്, ദി കമ്മ്യൂണിറ്റി. അതായത് ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് എ ടീച്ചേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആരിലാണ് ആദ്യം വരുന്നത്? പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും ആദ്യത്തെ ഒരു ടീച്ചർ ഹിംസെൽഫ് തന്നെയാണ്. ടീച്ചറോട് തന്നെയാണ് ആദ്യം നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ആവേണ്ടതും എല്ലാം. പിന്നീടാണ് നമ്മൾ ചിൽഡ്രനുമായിട്ടും ഹെഡ് മിസ്റ്റേഴ്സും കമ്മ്യൂണിറ്റിയായിട്ടും ഒക്കെ ആവുന്നത്. സോ ഇവിടെ ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് എ ടീച്ചേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ലൈസ് വിത്ത് പ്രൈമറി ആയിട്ട് പറയുമ്പോൾ എന്താണ്? ടീച്ചർ ഹിംസെൽഫ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ദി ടീച്ചർ ഹിംസെൽഫ്. The first step in teaching is knowing the background of the learner, planning beforehand, organizing material to be taught, setting evaluation strategies. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടീച്ചിങ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ലേണർ ആയിരിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ നോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ലേണർ. നെക്സ്റ്റ് വൺ, ദിസ് മെത്തഡോളജി. ഏത് മെത്തഡോളജി ചോദിച്ചിരിക്കുകയാണ്? ദിസ് മെത്തഡോളജി ട്രൈൻസ് ദ ചൈൽഡ് ടു സെർച്ച് ഫോർ ഫാക്ട്സ്, rules and principle by his own efforts, organize the set of knowledge gained. The statement is about the following methodology of teaching. അപ്പോൾ ഇതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഏതോ ഒരു മെത്തഡോളജി തന്നിരിക്കുന്നതിൽ ഏതോ ഒരു മെത്തഡോളജി എന്താ ചെയ്യുന്നത്? ഇറ്റ് ട്രൈൻസ് ദ ചൈൽഡ് ടു സെർച്ച് ഫോർ ഫാക്ട്സ്. എന്ത് ചെയ്യാൻ? കുട്ടികളെ ഫാക്റ്റിനെ സെർച്ച് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ആൻഡ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ബൈ ഹിസ് ഓൺ എഫേർട്ട്, സ്വന്തം എഫേർട്ടിൽ. ആൻഡ് ഓർഗനൈസ്ഡ് എ സെറ്റ് ഓഫ് നോളജ് ഗെയിൻഡ്. അവർക്കുണ്ടായ നോളജ് ഗെയിൻ ചെയ്തതിനെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യാൻ എല്ലാം ട്രെയിൻ ചെയ്യുന്ന ഒരു മെത്തഡോളജി തന്നതിൽ ഏതാണ്? മോണ്ടസോറി, കിൻഡർഗാർട്ടൻ, ഹ്യൂറിസ്റ്റിക്, പ്ലേ വേ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് അല്ലേ? നമ്മൾ സ്വന്തമായിട്ട് സെർച്ച് ചെയ്യാനൊക്കെ പറയുമ്പോൾ ഏതാണ്? ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ് അല്ലേ? ഓപ്ഷൻ സി ആയിട്ടുള്ള ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ് റൈറ്റ് ആൻസർ അല്ലേ? ഹ്യൂറിസ്റ്റിക് മെത്തേഡിലാണ് ചിൽഡ്രനെ സെർച്ച് ഫോർ ഫാക്ട്സ്, റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എല്ലാം വരുന്നത് ഹ്യൂറിസ്റ്റിക് മെത്തേഡിലാണ്. നെക്സ്റ്റ് വൺ, ദി പ്രോജക്റ്റ് എഡ്യൂക്കേഷൻ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. പ്രോജക്റ്റ് എഡ്യൂക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രോബലിൻ്റെ ആണോ, റൂസോയുടെ ആണോ, ആംസ്ട്രോങ്ങിൻ്റെ ആണോ, ഡ്യൂയിയുടെ ആണോ? ഡ്യൂയി മീൻസ് ജോൺ ഡ്യൂയി. ആരെയാണ് പ്രോജക്റ്റ് എഡ്യൂക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്? ജോൺ ഡ്യൂയിയുടെ ആണ്. ഓക്കെ, പ്രോജക്റ്റ് എഡ്യൂക്കേഷൻ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡ്യൂയി. ഫുൾ നെയിം എന്താണ്? ജോൺ ഡ്യൂയി. Next one, who is considered to be the creator of the play way method of education? Play way method of education creator എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? റൂസോ, മാഡം മോണ്ടസോറി, ഫ്രോബൽ, ജോൺ ഡ്യൂയി. ആരാണ് പ്ലേ വേ മെത്തേഡ് ക്രിയേറ്റർ ഓഫ് പ്ലേ വേ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ? ഫ്രോബലാണ്. ഓക്കെ, ഫ്രോബലാണ്. ഫ്രോബൽ ഈസ് കൺസിഡേർഡ് ടു ബി ദി ക്രിയേറ്റർ ഓഫ് ദി പ്ലേ വേ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ. Next one, out of the following, the most useful step for studying relationship among pupils is the anecdotal record, sociometry, Rorschach test, Coder program test. ഇതിൽ തന്നതിൽ ഏതാണ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ യൂസ്ഫുൾ ആയത്? ഏതാണ് റിലേഷൻഷിപ്പ്? സോ ഏതാണ്? ബി, ഓപ്ഷൻ ബി ആയ സോഷ്യോമെട്രിയാണ്. സോഷ്യോമെട്രിയാണ് റൈറ്റ് ആൻസർ. അപ്പോൾ സോഷ്യോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ മെഷറിങ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സോഷ്യൽ റിലേഷൻഷിപ്പ് എന്താണ് മെഷർ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സോഷ്യോമെട്രി ഇസ് ദ സ്റ്റഡി ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ഇൻ എ ഗ്രൂപ്പ്. ദി ഇൻക്വയറി ഇൻ ടു ദി ഇവല്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ആൻഡ് ദി പൊസിഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽസ് വിത്തിൻ ദം എല്ലാം ഏതിൽ പെടുന്നതാണ്? സോഷ്യോമെട്രിയിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സോഷ്യോമെട്രി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് വയ്ക്കുക. സോഷ്യോമെട്രി എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് എന്ന് വാക്ക് വന്നാൽ തന്നെ അപ്പോൾ തന്നെ കണക്ട് ചെയ്യുക. അത് ഈസ് റിലേറ്റഡ് ടു എന്തായിരിക്കും? സോഷ്യോമെട്രി. അപ്പോൾ സോഷ്യോമെട്രി ഇസ് എ സ്റ്റഡി ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ഇൻ എ ഗ്രൂപ്പ്. Next one, the evaluation of personality is best made through the use of a or an inventory test, preference test, projective test, survey test. ഇതിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഏതാണ്? പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. ഓക്കെ, പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. ഏതാണ്? ദ ഇവാലുവേഷൻ ഓഫ് പേഴ്സണാലിറ്റി ഇസ് ദ ബെസ്റ്റ് മെയ്ഡ് ത്രൂ ദി യൂസ് ഓഫ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഏറ്റവും കൂടുതൽ എഫക്റ്റീവായ റിസൾട്ട് വരുന്നത് ഒക്കെ ഏതിലാണ്? പ്രൊജക്റ്റീവ് ടെസ്റ്റിലാണ്. So the evaluation of personality is best made through the use of a projective test.
നെക്സ്റ്റ് വൺ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്? തന്നതിൽ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസുമായിട്ട് പെടാത്തത് ഏതാണ്? എ, ലിവിങ് നോളജ് ഓഫ് നാച്ചുറൽ എനർജി ഫോഴ്സസ്. ബി, ലൈക്സ് പോസ്റ്റേഴ്സ്, ചാർട്ട്സ്, ഗ്രാഫിക്സ്. ഓപ്ഷൻ സി, സ്കിൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് അനിമൽ ബിഹേവിയർ, വർക്ക് വിത്ത് പ്ലാന്റ്സ്. തന്നത് നോട്ട് കണ്ടോ, നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് പറയുമ്പോൾ ഏതാണ്? ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയുമായി റിലേറ്റ് ചെയ്തതാണ്. അപ്പം നാച്ചുറൽ ഇൻ്റലിജൻസിൽ പെടാത്തത് ഏത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ്? ഓഫ് കോഴ്സ് എന്താണ്? നാച്ചുറുമായി റിലേറ്റ് ചെയ്ത കാര്യം അല്ലാത്തത് അല്ല. അപ്പോൾ ഏതാണ്? ലൈക്ക് പോസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ചാർട്ട്സ്, ഗ്രാഫിക്സ്. ഇതൊന്നും ഏതിൽ പെട്ടതല്ല? നമ്മുടെ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസിൽ പെട്ടതല്ല. അപ്പോൾ ദിസ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് മീൻസ് this intelligence has to do with observing, understanding and organizing patterns in the natural environment. ഇതൊക്കെയാണ് എന്താ പറയുക നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസിൽ വരുന്നത്. അപ്പോൾ നാച്ചുറുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങൾ അതിനെ ഒബ്സർവ് ചെയ്യുക, ഒരു നാച്ചുറൽ അണ്ടർസ്റ്റാൻഡ്, ഒരുപാട് എന്താ പറയുക ഭയങ്കര കോപ്പറേറ്റ് ചെയ്ത് നാച്ചുറലായിട്ട് നിൽക്കുക, അതൊക്കെ ഏതിലാണ് വരുന്നത്? നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസിൽ വരുന്നതാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ തിയറിയിൽ വരുന്ന കാരണം ഗാർഡനർ അല്ലേ 8-9ഓളം നമ്മൾ ഇൻ്റലിജൻസ് തിയറീസ് എല്ലാം നമ്മൾ ഒരു ക്ലാസ്സിൽ ഐ തിങ്ക് ഒരു PYQ തോന്നുന്നു നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഓരോ ഇൻ്റലിജൻസ് എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എന്ന് അല്ലേ. അപ്പോൾ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് റിലേറ്റ് ചെയ്താണ്. ഹാസ് ടു ഡു വിത്ത് ഒബ്സർവിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഓർഗനൈസിങ് പാറ്റേൺസ് ഇൻ ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസറും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നന്നായി റിവൈസ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ അനക്ഡോട്ടൽ ഡാറ്റ, അതുപോലത്തെ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്നൊക്കെ ഇല്ലേ, അനക്ഡോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, റിലയബിലിറ്റി, അങ്ങനത്തെ ഒത്തിരി കണ്ടന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമായി റിലേറ്റ് ചെയ്ത ക്ലാസ്സസ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.